ഗായ്സ് ഞങ്ങളിത് ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ. കുറേ നാളായിട്ട് ഇതുപോലെ പറയുവാണ് എന്നോട്, എടാ നമുക്ക് ട്രിപ്പ് പോകാം. അവനൊരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഹിമാലയം. അപ്പം ഇതുവരെ പോകാൻ പറ്റിയില്ല. അവനും സമയം കിട്ടുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. സമയം ഉണ്ടാകുമ്പോൾ ഫണ്ട് കാണത്തില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകാൻ ഇതുവരെ പറ്റിയില്ല. അപ്പം അങ്ങനെ ഇരുന്ന ഒരു ദിവസം ഞാനോട് ചോദിച്ചു, എടാ എങ്ങനെ ഇതുപോലെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വിളിച്ചപ്പോൾ ഇവൻ ഇങ്ങോട്ട് പറഞ്ഞു, എടാ ഇതുപോലെ നമുക്ക് ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നീ സ്ഥലം പറ, നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ അവൻ നോക്കി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് കോട്ടയത്തെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പം ഇതിൻ്റെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, ഈ സിനിമയുടെ ഈ സ്ഥലത്തിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞടാ കുഴപ്പമില്ലെന്ന്, നല്ല സ്ഥലം തന്നെയാണ്, ഞാനും പോയിട്ടില്ല, നമുക്കന്നപ്പം ആ സിനിമയൊക്കെ അവിടെ എടുത്തതില്ലേ, നല്ല രസമുണ്ടായിരുന്നു, അപ്പോൾ നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി. പൊക്കോണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പോകുന്നത് കുറേ ഇടവഴി കയറിയാണ് ഞങ്ങൾ പോകുന്നത്. കുറേ വഴിയൊക്കെ ഭയങ്കര മോശമാണ്, നിങ്ങളത് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാം. നിലവിൽ സത്യം പറഞ്ഞാൽ ഒരു വൺ ഡേ ഇപ്പം ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വൈബാണ്. അതിപ്പം നമ്മൾ ഫാമിലിയായിട്ട് പോയാലും കിട്ടും, പക്ഷെ ഫാമിലിയായിട്ട് പോകുന്ന വൈബ് വേറെ, ഫ്രണ്ട്സുമായിട്ട് പോകുന്ന വേറെ വൈബ് വേറെ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ജോലിക്കല്ലേ പോകുന്നത്, അപ്പോൾ ഒരു റിലാക്സൊക്കെ വേണ്ടേ നമുക്കെല്ലാവർക്കും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒരു ദിവസം ഞായറാഴ്ച ഇറങ്ങി തിരിച്ചത്. നമുക്ക് എപ്പോഴും ജോലി അല്ലെ വീട്ടിലിരുന്ന് നമുക്കൊരു ഇത് കിട്ടത്തില്ല. നമുക്ക് ജോലി ചെയ്താൽ തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത ഇതാണ്. നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഇതുപോലൊക്കെ ഇങ്ങനെയുള്ള ട്രിപ്പുകളും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ പോകുന്നത് നല്ലതാണ്. നമുക്ക് റിലാക്സേഷന് വേണ്ടി ഏറ്റവും ബെറ്ററാണ് യാത്രകളെന്ന് പറഞ്ഞാൽ. നമ്മുടെ മൂഡ് തന്നെ, മൈൻഡ് തന്നെ മാറ്റുന്ന ഒരു സംഭവമാണ് ഈ യാത്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ അടുത്തുള്ള സ്ഥലങ്ങൾ, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ യാത്രയ്ക്ക് പോകുന്നത് ഏറ്റവും ബെറ്ററായിരിക്കും. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് പറയാം. നമുക്ക് വീഡിയോ മുന്നോട്ട് കണ്ടുകൊണ്ട് പോകാം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ദാഹിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ നമുക്കൊരു ബേക്കറിലെങ്ങാനും കയറി വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ബേക്കറി ചവിട്ടി, അവിടുന്ന് ഒരു ചെറിയൊരു നാരങ്ങ വെള്ളവും ലെമൺ ജ്യൂസ്, പിന്നെ ഒരു ചെറിയൊരു കേക്കും കൂടെ പറഞ്ഞു. അപ്പം അവന് വേണ്ട എന്നവൻ പറഞ്ഞു. ഇപ്പം കാരണം അവൻ മേടിച്ചുകൊണ്ട് വരും, ഒരെണ്ണമായിട്ടാണ് മേടിച്ചുകൊണ്ട് വരും. ഞാൻ പറഞ്ഞ വേറെ എന്തെങ്കിലും കൂടെ നിനക്ക് വേണമെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞു. രാവിലെ കഴിച്ചിട്ടിറങ്ങിയതാണ്, പിന്നെ ഒന്നും കഴിച്ചില്ല. കണ്ട് മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. വരവൊക്കെ കണ്ടോ, ഒരെണ്ണം മേടിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ ചോദിച്ചു നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അളിയനും കൂടെ ഇരുന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്നറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ചു. ഇങ്ങോട്ടായിരുന്നു ഞങ്ങൾക്ക് ആദ്യം പോകേണ്ടത്. അതായത് ഇവിടുന്ന് ലെഫ്റ്റ്, അവിടുന്ന് ഞങ്ങൾ വന്നത് റൈറ്റിലോട്ടായിരുന്നു പോകേണ്ടത്. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി, ഞങ്ങൾ നേരെ പോയിട്ട് വീണ്ടും തിരിച്ച് വന്ന. ഇതിപ്പോൾ ഏകദേശം നമ്മളിതാണ് അടുക്കാൻ പോകുന്നു. ഇനി ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. ഏകദേശം നമ്മൾ അടുക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ നമ്മളങ്ങോട്ട്, ഇതിപ്പോൾ ഷോർട്ട് കട്ടാണ്. ഇതിപ്പോൾ കയറി ഇനി മേലോട്ട് ചെല്ലും തോറും നമുക്കിനി തണുപ്പ് അനുഭവപ്പെടും, നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടും. അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെല്ലും തോറും ഉണ്ടോ. ഇതെല്ലാം ഫുള്ള് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ടാണ്. ഇനി കുറച്ച് ഈ വഴി അങ്ങോട്ട് കയറി കഴിയുമ്പോൾ മെയിൻ റോഡിലോട്ടാണ് ചെന്ന് കയറുന്നത്. നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക, കണ്ടോ അടുത്ത ഇടവഴി വന്നു. ഇനി ഈ ഇടവഴി കയറുന്ന നേരെ റോഡിലോട്ടാണ് ചെന്ന് കയറുന്നത്.
ടോപ്പിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിൽ എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒരിടത്ത് പാർക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ജീപ്പ് സവാരി ഉണ്ട്. എങ്ങാണ്ട് ഏകദേശം 500 രൂപ എങ്ങാണ്ടാണ് ഒരാൾക്ക് പറയുന്നത്. നമുക്ക് ഓഫ് റോഡുള്ള ജീപ്പാണെങ്കിലും ബൈക്കാണെങ്കിലും കയറ്റിക്കൊണ്ട് പോകുന്നതിന് വിഷയമൊന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പോകും, അതിനൊരു വിഷയവുമില്ല. പിന്നെ ഇവിടെ കഴിക്കാനായിട്ട് ചെറിയ ചെറിയ കടകളുണ്ട്. പൊറോട്ട, ചപ്പാത്തി, ബ്രെഡ് അങ്ങനെയൊക്കെ കിട്ടുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആ കടകളാണ് കാണുന്നത്. ഇവിടെ ഒരു കടയുണ്ട്, അവിടെ ഒരു കടയുണ്ട്. വേണമെങ്കിൽ കഴിക്കാം, അല്ലേ നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ട് നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി താഴെ ഇട്ടിട്ട് അവിടുന്ന് കഴിച്ചിട്ട് കയറുമോ എങ്ങനെ വെച്ചാൽ ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. ഓഫ് റോഡ് പോകുന്ന വണ്ടിയാണ് കയറ്റിക്കൊണ്ട് പോകാം. നമുക്ക് ജീപ്പ് അങ്ങ് ഏറ്റവും ടോപ്പ് വരെ പോകത്തില്ല. നമുക്കൊരു ഏകദേശം ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉണ്ട്. 400 മീറ്റർ വരെ ജീപ്പ് പോവും. 100 മീറ്റർ നമ്മൾ നടക്കേണ്ടി വരും. പിന്നെ എൻ്റെ ഇവിടെ എഴുതി വെച്ചേക്കുന്ന പ്രകൃതി മാലിന്യകരമായിട്ടാക്കി വെച്ചാൽ 5000 രൂപ പിഴയാന്ന് പറയുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പിഴയാവുന്നതാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ദൈവത്തെ ഓർത്ത് ആരും ഇടരുത്. പക്ഷേ ഞാൻ അവിടെ കയറി അതിൻ്റെ മേലോട്ട് ചെന്നപ്പോൾ തൊട്ട് മൊത്തം അത് തന്നെയായിരുന്നു. എല്ലാവരും ചിപ്സും അത് ഇത് സാധനം മേടിച്ചിട്ട് എല്ലാവരും അവിടെ ആരുടെയും കൈ വെക്കത്തില്ല. അതാണ് മെയിനായിട്ടുള്ള വിഷയം. പറഞ്ഞ് ബൈക്ക് എടുത്തിട്ട് മേളിൽ കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്നാൽ എടുത്തു നമുക്ക് മേളിലോട്ട് വെക്കാമെന്ന് പറഞ്ഞു. ബൈക്ക് അങ്ങ് ടോപ്പ് വരെ കയറിപ്പോവും. പക്ഷേ ഞങ്ങൾ ടോപ്പ് വരെ കയറ്റിയിട്ട് ഞങ്ങൾ കുറച്ച് അപ്പുറം വരെ വണ്ടി അങ്ങോട്ട് നീക്കി വെച്ചതേ ഉള്ളൂ. ഇവിടെ വരെ നമുക്ക് കാറ് വേണമെങ്കിലും നമുക്ക് നോർമൽ വരുന്ന കാറ് വേണമെങ്കിലും കയറ്റി ഇവിടെ കൊണ്ടിടാം. അതിനകത്ത് വേറെ ഒരു വിഷയവും ഇല്ല. അവിടെ വരെ സുഖമായിട്ട് വണ്ടി കൊണ്ട് നമുക്ക് വെക്കാം. അവൻ്റെ വണ്ടി ഇനിയും കയറിപ്പോവും. പക്ഷേ നമുക്കിവിടെ മേളിൽ വെക്കാൻ സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല. ഞങ്ങളിപ്പോൾ തൽക്കാലം അവിടെയാണ് പാർക്ക് ചെയ്തത്. ഇനിയാണ് നമുക്കിനി മുന്നോട്ട് നടന്നു പോകേണ്ട. ഇനി നടക്കാനാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം 500 മീറ്ററോളം ഉണ്ട്. ഏകദേശം നമ്മളിപ്പോൾ കുറച്ച് പേരെ ഇങ്ങോട്ടല്ലേ വന്നുള്ളൂ. ഇതേണ്ട ഇനി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓരോ വണ്ടികൾ ഇതുപോലെ കയറിപ്പോകുന്ന വണ്ടികളാണെങ്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിന് ഒരു വിഷയവുമില്ല. ഇതിപ്പം ഇവിടുന്ന് കുറച്ച് ഇച്ചിരി നടക്കുക. അത് കഴിഞ്ഞാണ് അങ്ങോട്ട് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ വരെ വേണമെങ്കിൽ നമുക്ക് ബൈക്ക് വേണമെങ്കിലും കൊണ്ടുവെക്കാം. കൊണ്ടുവെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് അവിടെ കൊണ്ടുവെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാഞ്ഞുകൊണ്ടാണ് വണ്ടി അവിടെ വെച്ചത്. ഇനി അവിടെ കൊണ്ടുവച്ചിട്ട് കൊണ്ടുവെക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ അത് ഇറക്കി താഴെ കൊണ്ടുവരണം. ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കയറ്റിക്കൊണ്ട് പോകാൻ. ഇതേ കണ്ടോ എത്ര പേരുടെ വണ്ടി കൊണ്ട് വെച്ചേക്കുന്നത് കണ്ടോ, മേളിൽ കൊണ്ട് കണ്ടോ. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ വെറുതെ കൊണ്ടുപോകണ്ട, അവിടെ കൊണ്ടുവച്ച് ചെന്നിട്ട് ഇനി പറ്റിയില്ലെങ്കിലും വിചാരിച്ചിട്ട് ഉണ്ടോ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ട് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നോർമൽ വണ്ടി ആക്റ്റീവയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. അതിനൊന്നും ഒരു വിഷയമില്ല. ആരുടെ വണ്ടി വേണമെങ്കിലും കൊണ്ടുപോകാം. കയറ്റും നമ്മുടെയൊക്കെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിന് ഒരു വിഷയമൊന്നുമില്ല. അങ്ങ് പകുതി വരെ 400 മീറ്റർ വരെ, അത് കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. ഇപ്പോൾ ഈ 400 മീറ്റർ ഇവിടുന്ന് ഇനി അങ്ങോട്ടാണ് ഓഫ് റോഡ് തുടങ്ങുന്നത്. ഓഫ് റോഡ് വഴി എന്ന് പറഞ്ഞാൽ അത് ഓഫ് റോഡ് വണ്ടികളുണ്ടെങ്കിൽ സുഖമായിട്ട് കയറ്റിക്കൊണ്ട് പോകാം. അടിപൊളിയാണ്. ഓഫ് റോഡ് ആസ്വദിക്കേണ്ടവർക്ക് അടിപൊളി കഴിഞ്ഞാൽ അടിപൊളി. ഞങ്ങൾ ആ കടയിൽ ഇവിടെ കയറി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലോ എന്നുള്ള ഒരു ആലോചനയല്ല ഇങ്ങനെ ഞങ്ങളവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി പറയുമായിരുന്നു ഈ ബൈക്ക് ഇവിടെ കൊണ്ട് വെച്ചാലോ എന്നുള്ള ആലോചന. ഇപ്പോൾ കണ്ടോ ജീപ്പ് അവിടുന്ന് ആളിനെയും കയറ്റിക്കൊണ്ട് പോവുക മേലോട്ട്. കണ്ടോ മേലോട്ട് കയറ്റിക്കൊണ്ട് പോവുക. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു 2 നാരങ്ങവെള്ളം പറഞ്ഞ് നാരങ്ങവെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരുത്തൻ പറയും എടാ എന്നെ എങ്ങും വീഡിയോ ഒന്നും പിടിക്കരുതേ, എനിക്കെങ്ങും വീഡിയോയിലൊന്നും വരാൻ വയ്യ, എന്നെ ഒന്നും വീഡിയോ ഒന്നും പിടിച്ചിടരുത്. അപ്പോൾ ഞാൻ പറഞ്ഞടാ നിന്നെ ഞാൻ വീഡിയോ പിടിച്ചിടും. കണ്ടോ വീഡിയോ പിടിച്ചിടാൻ വേണ്ടിയാണ് ഞാൻ സെൽഫി ഓൺ ആക്കിയിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്ന രീതിയിൽ എടുത്തേ. അവന് വീഡിയോ വരുന്നതിന് അങ്ങ് നാണം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നടക്കാൻ തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സ്ഥലം എന്ന് പറയാം. ഇവിടെ ഈ സ്ഥലത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയകാലം ഓരോ ആൾക്കാർ പറയുന്ന കേട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് എന്താണെന്ന് വെച്ചാൽ ഇലവീഴ പൂഞ്ചിറയുടെ കഥ എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്നും 60 കിലോമീറ്റർ അകലെ മേൽക്കാവ് മറ്റേടത്തിനടുത്തുള്ള വിഴിഞ്ഞിറ എന്ന ഹിൽ സ്റ്റേഷനാണ് വിനോദസഞ്ചാരിയുടെ പ്രാധാന്യമുള്ളത്. മാങ്കാനം കുന്ന്, കുടയത്തൂർമല, തോണിപ്പറ എന്നീ 3 മനോഹരമായ കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പൂഞ്ചിറ മനോഹരമായ ഒരു സ്ഥലമാണ്. മഹാഭാരതത്തിലെ ഇതിഹാസ നായകനായ പാഞ്ചാലിയുടെ കുളിക്കടവായിരുന്ന ഇവിടുത്തെ കുളം എന്നതാണ് ഐക്യം. പൂഞ്ചിറയുടെ മനോഹരമായ താഴ്വരകൾ ആയിരക്കണക്കിന് ഏക്കറുകളിലായി പടർന്നു കിടക്കുന്നു. ഏകദേശം 3200
അടി ഉയരമുള്ള ഭീമകരമായ കുന്നുകളിൽ വിഭജിക്കപ്പെട്ട പച്ചപ്പുള്ള ഭൂപ്രകൃതിയുടെ വിശ്രമിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. മഴക്കാലത്തെ താഴ്വര നിറയുമ്പോൾ മണിരമായ ഒരു തടാകം രൂപപ്പെടുമ്പോഴാണ് ഈ സ്ഥലം പ്രകൃതിയുടെ മറ്റൊരു മനോഹരമായ ഭാഗം അനാവരണം ചെയ്യുന്നു. ഇലവിഴിപ്പൂഞ്ചിറ എന്നാൽ വീഴാത്ത താഴ്വര എന്നതാണ് അർത്ഥം. ഈ സ്ഥലത്തിന് മരങ്ങളില്ലാത്തതിനാൽ ആ പേര് ലഭിച്ചത്. സൂര്യോദയത്തിനും അസ്തമയത്തിനും സാക്ഷി വഹിക്കാൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി പറയാനായിട്ടെന്ന് പറഞ്ഞാൽ. ഇത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ കുറച്ച് ഒരു ഭാഗം കൂടെ പറയാനുണ്ട്. ഇത് പണ്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞ സത്യമാണോ എന്നറിയത്തില്ല. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് മാത്രമല്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്നോടത് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഇപ്പോൾ ഇനി അത് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാദേശിക ഐക്യം അനുസരിച്ച് പാണ്ഡ്യന്മാർ ആൾമാറാട്ടം ജീവിതകാലത്ത് ഇവിടെ ഒരു അവധിക്കാലം കഴിഞ്ഞു. അവരുടെ ഭാര്യ ദ്രൗപദി ആ സമയം അവിടെ ഉണ്ടായിരുന്ന തടാകത്തിൽ കുളിക്കാൻ വന്നു. അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ചില ദേവന്മാർ അവരുടെ ചൊറിച്ചിൽ ശമിപ്പിക്കാൻ ശ്രമിച്ചു. ദേവരാജാവായ ഇന്ദ്രൻ സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും പൂക്കൾ കുന്നുകൂടുന്ന സ്ക്രീനുകളിലും കുന്നുകളിലും നിർമ്മിക്കുകയും അത്തരം ആചാരങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ നിന്നും അവരെ തടയുകയും ചെയ്തു. അങ്ങനെ പുഷ്പം കുന്നുകളിൽ ഒറ്റപ്പെട്ട അണക്കെട്ടുകളായി കുളം മാറി. ബണ്ടിന് ചുറ്റും മരങ്ങളില്ലാത്തതിനാലും ഇലകളില്ലാത്തതിനാലും ഇലവിഴപ്പൂഞ്ചിറ എന്ന് വിളിക്കപ്പെട്ടു. ഇതാണ് ഇവിടുത്തെ സംഭവം. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാം. ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ വരെയാണ് നമ്മുടെ ജീപ്പ് സത്യം പറഞ്ഞാൽ പോകത്തുള്ളൂ. ഇനി അങ്ങോട്ട് ജീപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാലും ഇനി അങ്ങോട്ട് പോകത്തില്ല. ഇനിയിപ്പോൾ അവർ ചെങ്ങലയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നടന്നു പോകാൻ. ഇവിടെ വരെയാണ് നമുക്ക് 400 മീറ്റർ എന്ന് പറഞ്ഞ് താഴെ. ഇനി ഇവിടുന്ന് 100 മീറ്റർ കൂടെ നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ട്. ഇത് നമ്മൾ ആ സിനിമയിൽ കണ്ട പോലത്തെ തന്നെയാണ് ഓരോ ഭാഗങ്ങളും. സത്യം പറഞ്ഞാൽ അതിനകത്ത് വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഭാഗങ്ങളൊന്നുമല്ല, ടോപ്പിൽ ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കത് കാണാൻ പറ്റൂ. ഈ ഭാഗങ്ങളൊന്നും സിനിമയ്ക്ക് അതൊന്നും കാണിക്കുന്നില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ടോപ്പിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ പോലീസ് സ്റ്റേഷനും ഒക്കെ കാണിക്കുന്നത്. പിന്നെ പറയുന്നില്ല, കുറച്ച് കയറും തോറും നല്ല കാലാവസ്ഥയായിരുന്നു. തണുപ്പുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു. അതുകൊണ്ട് വലുതായിട്ട് നമുക്ക് ചൂട് ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റാത്തൊരു കാലാവസ്ഥയായിരുന്നു. എനിക്ക് തോന്നും സെപ്റ്റംബർ നവംബർ ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത്ര വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനീ പോയ സമയത്ത് അത്ര വലിയ സീനില്ലായിരുന്നു. വെയിലുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ നല്ലൊരു തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെയുണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്, എനിക്ക് തോന്നുന്നു ഈ ടവർ വെച്ചേക്കുന്നതിൻ്റെ എനിക്കൊന്ന് മിന്നൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ആ ടവറുകൾ വെച്ചേക്കുന്നത്. ഇതാണ് നമ്മൾ ഏകദേശം മണ്ടയ്ക്ക് എത്തിയപ്പം നമ്മളൊരു വ്യൂ എടുത്താണ്. സംഭവം അടിപൊളിയല്ലേ, എന്ത് രസമാണ് കാണാൻ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടോ, അതെല്ലാം കിടന്ന് മരങ്ങളെല്ലാം കിടന്ന് ആടുന്ന കണ്ടോ, നല്ല രസമാണ്. അതുകൊണ്ട് ഈ ടവർ ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഏൽക്കാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്കത് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. പിന്നെ ഇതിപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അടുക്കാറാവുന്നു. എന്തായാലും ഇനിയിപ്പം കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിലോട്ട് എത്തും. ഇപ്പം നമുക്ക് കുറച്ചും ഇങ്ങോട്ട് മേലോട്ട് വരുമ്പോൾ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മൾ ആ വന്ന റോഡൊക്കെയാണ് കാണുന്നത്, നല്ല രസമുണ്ട്. ഏതാണ്ട് ഇതൊരുമാതിരി ഇങ്ങനത്തെ ഒരു സൈസ് ഒരു പുല്ലുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പുല്ലാണ് കൂടുതലുള്ളത്. ഇനി ഇതാണ് നമ്മുടെ പുതിയതായിട്ട് പുതിയതായിട്ടല്ല നേരത്തോട്ടുള്ള പോലീസ് വയർലെസ് സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ പോലീസ് വയർലെസ് സ്റ്റേഷൻ. പണ്ട് തൊട്ടും ഇവിടെ തന്നെയാണ്. മേളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. പോലീസ് വയർലെസ് സ്റ്റേഷൻ എഴുതിയേക്കുന്നുണ്ടോ, ഇതാണ് സംഭവം. പക്ഷേ ഇതിൻ്റെ നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്നത് നമ്മൾ ഇവിടെ അല്ല. സിനിമയ്ക്കകത്ത് കാണുന്നത് അതിൻ്റെ മേളത്തെ ആ ഭാഗവും ചെറിയൊരു സംഭവം, അതിൻ്റെ പേരെന്തോ പറയുന്നതിൽ ചെറിയൊരു സംഭവം പോലെ എന്തോ പറയുന്നതെന്ന് അറിയത്തില്ല. ഇതിനകത്താണ് നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതൊരു കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. സിനിമയ്ക്കകത്ത് ഏതായാലും ഈ ഒരു സംഭവമാണ് വയർലെസ് സ്റ്റേഷനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരു സംഭവം ഇവിടെ യൂസ് ചെയ്യുന്നതേ ഇല്ല. ഇത് ഫുൾ ഇങ്ങനെ അടച്ച് പൂട്ടി കിടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് അതിനകത്ത് നോക്കിയായിരുന്നു,
ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. അതിനകത്ത് ചുമ്മാ ഇങ്ങനെ അടച്ച് പൂട്ടി കിടക്കുക അതും ഇതുമായിട്ട്. ഇത് ഇടിമിന്നലേക്കാതെ വെച്ചേക്കുന്ന സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വരെ ഉള്ളൂ ഇതിൻ്റെ എൻഡ്. താഴോട്ട് പോകരുതെന്ന് വേണ്ടി ഇവർ ഈ എന്തോ പറഞ്ഞേ മുള്ളുവേലി ഇട്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷേ ആ മുള്ളുവേലി കമ്പി എല്ലാം പോയതുകൊണ്ട് എല്ലാവരും താഴോട്ട് പോകും. എല്ലാവരും താഴോട്ട് പോകും. ഇവിടെ വരെയിട്ട് മുള്ളുവേലി കമ്പി ഇട്ട് അവർ കെട്ടിയിട്ടുണ്ട്. മുള്ളുവേലി കമ്പി എല്ലാം പോയതുകൊണ്ടാണ് എല്ലാവരും താഴോട്ട് പോകും. പക്ഷേ അത് ഡേഞ്ചറാണെന്നേ ഞാൻ പറയും. കാരണം താഴോട്ട് പോകല്ലേ. ഇടിമിന്നലുള്ള സമയങ്ങളിൽ ഒട്ടും ഇവിടെ നിൽക്കാതിരിക്കുന്നതായിരിക്കും സേഫ്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മളായിട്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ പണി നല്ലപോലെ കിട്ടും. ഉണ്ടോ ഇതിൻ്റെ താഴെ ഒരു പുഴയുണ്ട്, കണ്ടോ? നല്ല രസമുണ്ട് അത് കാണാൻ. അത് പുഴ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെല്ലാം ഒന്ന് പോയപ്പോൾ ഈ സ്ഥലം ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ കോൾ എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. അറിയുന്നതെല്ലാം കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇതുണ്ട് ആൾക്കാരെല്ലാം താഴോട്ട് പോകുന്നുണ്ട്. അവിടെ എല്ലാം പോയി നിൽക്കും. ഇപ്പം എന്നോട് പറഞ്ഞ് നമുക്ക് താഴോട്ട് പോകാം. ഞാൻ പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞ്. ഇവിടെ വരെ കയറിയപ്പോൾ തന്നെ നമ്മൾ അവശനായി. പിന്നെ നമ്മൾ താഴോട്ട് പോയില്ല. ഡേഞ്ചറാണ് അവിടെ പോകുന്നത്. അത് റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പോയില്ല താഴോട്ട്. പക്ഷേ നല്ല വൈബാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നല്ല രസം. ഇപ്പോൾ ഉച്ചയ്ക്ക് അവിടെ വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുമായിരുന്നു അവിടെ ചെന്ന് കയറിയപ്പോൾ. കാരണം വെച്ചാൽ നല്ല തണുത്ത കാറ്റ് നമ്മളത് പോകണം. അവിടെ പോയാലോ എത്ര അറിയിച്ചെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയാൽ അവൻ്റെ ഉണ്ടോ ഷർട്ട് അനങ്ങുന്നുണ്ടോ, കാറ്റ് അതുപോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമോ. ഞാൻ അവിടെ പറഞ്ഞു എനിക്കിവിടെ കിടന്ന് ഉറക്കം വരുന്നു, ഇവിടെ കാണാൻ കിടന്നാണ്. നല്ല രസമാണ്. നമുക്കത് പോയാലേ നമുക്കത് അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം ഞങ്ങൾ ഇനി പതിയെ തിരിക്കുകയാണ്, താഴോട്ട് പതിയെ തിരിക്കുകയാണ്. ഈ പുല്ലാണ് കൂടുതലുള്ളത്. ഇതിൻ്റെ പേരെന്തോന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. മഞ്ഞിപ്പുല്ലെന്നോ അങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് അറിയത്തൊന്നുമില്ല. ഒരുത്തൻ ഫോട്ടോ എടുക്കാൻ പോവാ. ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശരി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ഫോട്ടോ അവിടെ 1-2 നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. ഈ സംഭവം കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു പണ്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് എനിക്കറിയില്ല. കക്കൂസിൻ്റെ സാധനമോ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അതിലൊന്നും ജസ്റ്റ് ഒന്ന് പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല അതിനകത്ത്. ഇപ്പം ഞങ്ങൾ പതിയെ താഴോട്ട് ഇറങ്ങുകയാണ്. എന്നാൽ മഴക്കാറ് ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. ആ സൈഡിലേക്ക് കണ്ടോ ഒരു ഇരുണ്ട് കയറി വരുന്നുണ്ട് മഴക്കാറ്. അതിനും കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു, വെയിലും ഉണ്ടായിട്ട് പോലും. പക്ഷേ ആൾക്കാരും കണ്ടു, ഇപ്പോഴും ആൾക്കാർ കയറി വരുന്നുണ്ടെന്നുള്ളതാണ് ഈ സമയങ്ങളിൽ പോലും. അതായത് ഉച്ച സമയത്തായപ്പോലും ആൾക്കാർക്കൊരു കുറവുമില്ല, എല്ലാവരും കയറി വരുന്നുണ്ട് അതിനകത്തോട്ട്. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല അടിപൊളി. പക്ഷേ പൊളി സ്ഥലം കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷനെ നല്ല അടിപൊളി സ്ഥലമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞ ബൈക്ക്, കാറ്, ഓഫ് റോഡ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഒന്നിത്. സൂപ്പർ സ്ഥലം. വണ്ടി ഉണ്ടെങ്കിൽ ഓടിച്ചു നോക്കാനായിട്ട് നല്ല. അവിടെ വരെ ഞാൻ പറഞ്ഞ ജീപ്പ് ചെല്ലുന്നിടം വരെ നമുക്ക് കൊണ്ടുപോകാം. ഇവരേതായാലും ആ ഒരു കാര്യം നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ. കാരണം വേറെ പ്രൈവറ്റ് വണ്ടികളൊന്നും കയറ്റാൻ പറ്റത്തില്ലെന്ന് അവർ വെച്ചില്ല. ചിലയിടങ്ങളിലാണെങ്കിൽ അവർ നമ്മുടെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും കയറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇപ്പോൾ ഈ ജീപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ വെറും ജീപ്പേ പോയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകാമെന്ന് പറയാമെന്ന് വെച്ചാൽ. നമ്മുടെ ഇല്ലിക്കക്കല്ല് അങ്ങനെ. ഇല്ലിക്കക്കല്ലിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴെ വണ്ടി വെക്കണം, എന്നിട്ട് അവർ ജീപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകാൻ പറയും. അതാണ് അവർ പറഞ്ഞത്. അത് ഓഫ് റോഡ് എന്നല്ല, ചുമ്മാ വെറും സ്ട്രൈറ്റ് റോഡ് കയറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വണ്ടി അവർ കയറ്റി വിടത്തില്ല. അതാണ് കുഴപ്പം. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് നല്ല കാര്യമെന്ന് പറയാം. നമ്മുടെ സ്വന്തം വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പറ്റും ഓഫ് റോഡ് കൊണ്ടുപോയിട്ട്. ഞങ്ങൾ ഇറങ്ങിയ സമയമായപ്പോൾ നല്ല അടിപൊളി മഞ്ഞ്, ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞിറങ്ങി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫാമിലിയായിട്ട് പാഞ്ചാലിമേട് പോയപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. ഇറങ്ങാൻ നേരമായപ്പോൾ ഇതുപോലെ കോടമഞ്ഞ് വന്നു. അത് പറയാതിരിക്കാൻ പോയാൽ നല്ലൊരു വൈബാണ് കേട്ടോ. അവനെയാണെങ്കിൽ വണ്ടി ഓടിച്ച് വിറച്ച് അവനെ ഓടിക്കുന്നു. അവൻ്റെ തണുത്തിട്ട് വയ്യ. കാരണം നല്ല രസം. തണുപ്പുണ്ട് നല്ല രീതിയിൽ. കോടമഞ്ഞ് മാത്രമല്ല, എന്നാൽ ചിലയിടത്തൊക്കെ കഴിഞ്ഞാൽ കോടമഞ്ഞ് മാത്രമേ ഉള്ളൂ, തണുപ്പ് കാണത്തില്ല. പക്ഷേ ഇവിടെ തണുപ്പുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ മഴക്കോളുള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു തണുപ്പുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിനി അവിടെ താഴെ എവിടെയെങ്കിലും പോയി ടൗണിൽ എവിടെയെങ്കിലും പോയി കഴിക്കാം എന്നൊരു പ്ലാനിങ്ങില്ല. ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ചോറും എല്ലാം കഴിക്കാം എന്നൊരു പ്ലാനിങ്ങിലാണ് ടൗണിലോട്ട് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ടൗണിൽ ചെന്നിട്ട് നല്ല എന്തെങ്കിലും കഴിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ടൗണിലെത്തി, ഹോട്ടലിൽ കയറുവാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞാൽ ചോറും കാര്യങ്ങളൊന്നുമില്ല. ചോറെല്ലാം തീർന്നു. പിന്നെ ചപ്പാത്തി, പൊറോട്ട, ബിരിയാണിയൊക്കെ ഉള്ളത്. പിന്നെ കപ്പ അങ്ങനെയുള്ള. അപ്പോൾ കപ്പ പറഞ്ഞപ്പോൾ എനിക്കൊരു കപ്പ തന്നെ തോന്നി. ഞാനൊരു കപ്പ് വേവിച്ചതും പിന്നെ മീൻകറിയും മേടിച്ചു. അവൻ ബിരിയാണിയും മേടിച്ചു. സത്യം പറയാമല്ലോ,
കാശിനും കൊള്ളത്തില്ല, വെറും പന്ന സാധനം. ഇതുപോലൊരു കൂറ സാധനം വേറെ എങ്ങും ഇല്ല. രണ്ടും കണക്കായിരുന്നു. വെറും കൂറ സാധനം, വെറും കൂറ സാധനം. കഴിച്ച ഉടനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവും. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.